ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 72. നമ്മൾ അധ്യായം 2 ഖണ്ഡം 2 നോക്കുന്നത്. ഇപ്പം നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് പോകാം. 75ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ഈ സോമം ഇന്ദ്രന് വേണ്ടിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. കാരണം ഏത് യജ്ഞങ്ങളും പൂർത്തീകരിക്കുന്നത് ഇന്ദ്രൻ എന്നൊരു ശക്തി വിശേഷം, അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രന് വേണ്ടി തന്നെയാണ് നൽകുന്നത്. ഇവിടെ നമ്മൾ മഴ പെയ്യ്ക്കാനാണെങ്കിൽ, സോമയാഗത്തിന് മഴ പെയ്യ്ക്കാനാണെങ്കിൽ ഇന്ദ്രനാണ് അവിടെ മേഘങ്ങളെ കൂട്ടിച്ചേർത്ത് മഴ പെയ്യിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇത് അയക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അയക്കുമ്പോൾ അതിനഭിമുഖമായിട്ട് ഇന്ദ്ര നീ വന്നാലും, ഈ സോമത്തിന് അഭിമുഖമായിട്ട് നീ വന്നാലും, നമ്മൾ എന്ത് സാധനം അർപ്പിക്കുമ്പോഴും അതിനെ സ്വീകരിക്കാനായിട്ട് നീ വന്നാലും, എന്നിട്ട് അത് ഉൾക്കൊള്ളുക, നമ്മൾ നൽകുന്ന സോമത്തെ സ്വീകരിക്കുക. അതിന് വളരെ പെട്ടെന്ന് ശീഘ്രഗാമിയായിട്ട് വന്നാൽ, ശീഘ്രഗാമിയായിട്ട് വരിക എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും രാസപ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കെന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തു കിട്ടണം. അപ്പോൾ ഇന്ദ്രനോട് ശീഘ്രഗാമിയായിട്ട് വരാൻ വേണ്ടി പറയുകയാണ്. അതിനുശേഷം വന്നിട്ട് ഈ തന്ന സോമത്തെ നമ്മൾ ഏകദേശം പാനം ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സോമം സിസ്റ്റമാണ് എടുക്കുന്നത്, സിസ്റ്റത്തെയാണ്. ആ സിസ്റ്റത്തിൽ അവ ഏകീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഇന്ദ്രൻ പാനം ചെയ്യും. ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സോമം സിസ്റ്റം എടുത്തിട്ട് സിസ്റ്റം അതിനെ എടുക്കും, സ്വീകരിക്കും, അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് തരും. അതിവിടെ ഇന്ദ്രൻ പാനം ചെയ്യുന്നു എന്ന നിലയിൽ പറയുന്നത്. ഇതെല്ലാം മുമ്പ് പറഞ്ഞു തന്നെയാണ്. ഇനി 76. ഈ സോമം ഇന്ദ്രനെ സന്തോഷം നൽകാൻ വേണ്ടിയാണ് സംസ്കരിച്ചിരിക്കുന്നത്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുക, ശുദ്ധമായ നിലയിൽ നൽകുക. ശുദ്ധമായ നിലയിൽ നൽകിക്കഴിഞ്ഞാൽ ഇന്ദ്രന് സന്തോഷമാണ്. നല്ല ഇന്ദ്രൻ സന്തോഷിക്കാൻ എന്താ, നല്ല സാധന ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം സാധനം ശുദ്ധമാണെങ്കിൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും. നല്ല അരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലോഡ് കിട്ടും. അപ്പം അത് സ്വീകരിക്കുന്ന ഇന്ദ്രനായതുകൊണ്ട് ഇന്ദ്രനെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലത് കൊടുത്താൽ ഇന്ദ്രൻ സന്തോഷിക്കും. ഇന്ദ്രൻ സന്തോഷിച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ സംസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം ശുദ്ധമായിട്ട് കൊടുക്കണം. നമ്മളിപ്പം ചോറ് വെക്കാനാണെങ്കിലും അരിയെല്ലാം കഴുകി വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞിട്ടെല്ലാം കൊടുക്കുക. ആ അക്രമികളെയും ശത്രുക്കളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ദ്രന് നമ്മൾ സ്തുതികൾ അർപ്പിക്കുന്നു. സ്തുതികൾ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അർപ്പിച്ചാൽ മാത്രമേ, നല്ല ശാസ്ത്രതത്വത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല പാചകവിധിയുടെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്താൽ മാത്രമേ ഇത്തരം അതിൻ്റെ ഉള്ള തടസ്സങ്ങളെയെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഫലം നൽകുകയുള്ളൂ. തടസ്സങ്ങളെ മാറ്റുകയാണ് ഇവിടെ ശത്രുക്കളെയെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ദർ ഈസ് എ റിയാക്ഷൻ. എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അരിയെ ചോറാക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു തടസ്സമുണ്ട്. തടസ്സം എന്താണ്? അതിൻ്റെ ഘടനയാണ്, ഇൻറ്റേർണൽ ഘടനയാണ്. ആ ഘടനയിൽ മാറ്റം വരുത്തണം. ആ ഘടനയിൽ മാറ്റം വരുത്താൻ അവിടെ ഒരു ശക്തി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ശക്തിയും എതിർക്കുന്ന ശക്തിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലൂടെയാണ് അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റമായിട്ട് നല്ല ശുദ്ധമായ പുതിയൊരു വസ്തു ഉണ്ടാകുന്നത്. ഇനി 77 ഇവിടെ സൂര്യനെ അതിൻ്റെ സ്ഥാനത്ത് ശൃംഗവൃക്ഷ ഋഷിയുടെ പുത്രൻ എന്ന നിലയിൽ പറയുക. കിരണങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആദിത്യനെ, അതായത് സൂര്യനെ ആ സ്ഥാനത്ത് നിലനിർത്തുന്നത് ഇന്ദ്രനാണ്. എല്ലാ യജ്ഞങ്ങൾക്ക് പിന്നിലുള്ളതും ഇന്ദ്രനാണ് എന്ന് പറയുകയാണ്. സൂര്യനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതും ഇന്ദ്രനാണ്. ആ ഇന്ദ്രൻ എല്ലാ യജ്ഞങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ് എന്ന് പറഞ്ഞാൽ, ആകാശത്തിൽ സൂര്യനെ പ്രതിഷ്ഠിച്ചിട്ട് സൂര്യനിലൂടെയാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ സൂര്യനെ പോലും പ്രതിഷ്ഠിച്ചത് ആരാണ്? ഇന്ദ്രനാണ്. ഋഷികളെല്ലാം
എല്ലാ ഋഷികളും തങ്ങളുടെ ആ യജ്ഞങ്ങളിലൂടെയാണ് തങ്ങളുടെ ആത്മജ്ഞാനത്തെ നിലനിർത്തുന്നത്. ഏത് യജ്ഞങ്ങളുടെ? സൂര്യനുമായിട്ട് ഇന്ദ്രനുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ യജ്ഞങ്ങളെ നിലനിർത്തുന്നത്. അതിനുവേണ്ടി ജ്ഞാനങ്ങളെല്ലാം നേടിയെടുക്കുന്നത്. എന്ത് യജ്ഞം ചെയ്യണമെങ്കിലും ജ്ഞാനം വേണം. ആ ജ്ഞാനം നമുക്ക് ഇതിലൂടെയാണ് കിട്ടുന്നത്? സൂര്യനിലൂടെയും അവിടെ പ്രതിഷ്ഠിച്ച സൂര്യനിലൂടെയാണ്. കാലമാണ് നമ്മളെ ജ്ഞാനം നേടാൻ സഹായിക്കുന്നത്. ആത്മജ്ഞാനം പോലും നമുക്ക് കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടുന്നത്. കാലം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ആ സൂര്യനെ പ്രതിഷ്ഠിച്ചതാകട്ടെ ഇന്ദ്രനും ആണ്. 78 പറയാണ്, എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന വലിയ കൈകളുള്ള ഇന്ദ്രൻ വലിയ കുറേ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ കൈ വേണമല്ലോ. ആ നിലയിൽ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇന്ദ്രന് കൈയും കാലമൊന്നും ഇല്ല. പക്ഷെ പറയുമ്പോൾ അങ്ങനെ ഭംഗ്യന്തരേണം പറയുന്നതാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന വലിയ കൈകളുള്ള ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വലത് കൈകൊണ്ട്, തൻ്റെ വലത് കൈകൊണ്ട്, ആ വലിയ കൈകൊണ്ട് നമുക്ക് വേണ്ട ധനമെല്ലാം സ്വീകരിക്കട്ടെ എന്ന് പറയുകയാണ്. കണ്ടമാനം ധനം. വലിയ കൈകളാണെങ്കിൽ വലിയ യജ്ഞങ്ങളെല്ലാം ചെയ്തിട്ട് വലിയ കൈകൊണ്ട് തൻ്റെ വലത് കരം കൊണ്ട് ആ ധനമെല്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്തിട്ട് ധനം നേടിത്തരട്ടെ. നമ്മളെന്ത് യജ്ഞം ചെയ്താലും അതിനെ പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ്. പൂർത്തീകരിച്ച് നമ്മൾ ആ സാധനങ്ങൾ വിറ്റാലും നല്ല പണം കിട്ടും. അപ്പോൾ അത് കിട്ടുന്നതിന് ഇന്ദ്രൻ തന്നെയാണ് നമുക്ക് നേടിയിട്ട് നമുക്ക് തരുന്നത്. 79 എല്ലാ കർമ്മങ്ങളുടെയും നാഥനാണ് ഇന്ദ്രൻ. ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. രാക്ഷസന്മാരെ നശിപ്പിക്കുന്നു. ആ കർമ്മത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും അത് നശിപ്പിക്കും. എന്നിട്ട് പോരാട്ടത്തിൽ വിജയിക്കും. അവിടെ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഏത് കർമ്മത്തിലും അവിടെ ഒരു പോരാട്ടം. ഒരു കല്ലിനെ പൊട്ടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കല്ലിനെ എതിർക്കുന്നു, നമ്മൾ ശക്തി ഉപയോഗിച്ച് പൊട്ടിക്കുന്നു. അവിടെ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. വിജയം നൽകുകയും ധനം നിറഞ്ഞവനും. എന്നിട്ട് നമ്മൾ ആ കർമ്മങ്ങൾ ഫലം കാണുമ്പോൾ നമുക്ക് ധനം കിട്ടും. രക്ഷാമാർഗങ്ങൾ ചെയ്യും. നമുക്കിവിടെ രക്ഷയെല്ലാം ഇന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ധനം നേടിത്തരും. നമ്മുടെ ജീവിത വിജയം, ലക്ഷ്യമെല്ലാം, രക്ഷ എല്ലാം അതാണ് നമ്മളെ ഇന്ദ്രനാണ് നമുക്ക് ഉറപ്പുവരുത്തുന്നത്. ഇനി 80 നല്ല പച്ചപ്പുല്ല് തിന്നാൻ ശ്രമിക്കുന്ന കാളക്കൂറ്റനെ ആർക്കും തടയാനാകാത്തതുപോലെ നല്ലൊരു കാള വന്നിട്ട് അവിടെ നല്ല പച്ചപ്പുല്ലുണ്ടെങ്കിൽ അത് തിന്നുമ്പോൾ അതിനെ തടയാമെന്നാണ് ഭയങ്കര പാടാണ്. അതേപോലെ അങ്ങേ ആർക്കും തടയുവാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഏത് കർമ്മങ്ങളെയും പൂർത്തീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ അത്രയും ബലവാനാണ് ഈ ഇന്ദ്രൻ. പക്ഷേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സയൻസിലൂടെ ചെയ്യണം. ആ സയൻസിൽ നിന്ന് വരുന്ന ഒരു പ്രേരക ശക്തിയാണ് ആ കർമ്മത്തെയെല്ലാം ഏകോപിപ്പിക്കുന്നത്. ഇനി 81 സംസ്കരിച്ചു വെച്ചിരിക്കുന്ന സോമം ഏറെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എല്ലാം അറിയുന്നവനും എല്ലാം തികഞ്ഞവനുമായ ആ ഇന്ദ്രനെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പം നമ്മൾ സോമം സംസ്കരിച്ച് വെച്ചിട്ട് ഇന്ദ്രനെ വിളിക്കുകയാണ്. അപ്പോഴവൻ ആ സോമം ഉൾക്കൊള്ളാൻ വേണ്ടി വന്നെത്തും. നമ്മൾ ഒരു പാത്രത്തിൽ അരിയും വെള്ളവും ഇട്ടിട്ട് അഗ്നിയും അർപ്പിച്ചിട്ട് അങ്ങ് വിളിക്കുമ്പം ഇന്ദ്രൻ വരും. ആ അരിയും വെള്ളത്തെ അതങ്ങെടുക്കും. എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ ചോറ് തരും. ഈ അരിയും വെള്ളമെല്ലാം കൂടി ചേർന്നിട്ടാണ് ചോറാക്കി മാറ്റുന്നത്. അപ്പം കൊടുത്ത സാധനം എവിടെ ചെയ്തു? എന്ത് പറ്റി? അത് സിസ്റ്റം അബ്സോർബ് ചെയ്തു. അല്ലേ ഇന്ദ്രനെടുത്തു നമുക്ക് ചോറ് തരും. ഇനി 82 ഇന്ദ്രനോട് പറയുകയാണ്, ആരാണോ ഹേ ഇന്ദ്ര അങ്ങേ യഥാവിധി പരിപാലിക്കുന്നത്, ഇന്ദ്രനെ പരിപാലിക്കുന്നവർക്ക് സന്തോഷം അദ്ദേഹം നൽകും. ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തിയാൽ നമ്മൾ സന്തോഷം കിട്ടും. നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കണ്ടെങ്കിലും ആ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സിസ്റ്റം നമുക്ക് അതിൻ്റെ അകത്തുള്ള ഇന്ദ്രൻ ആ സിസ്റ്റം അതിനെ നമുക്ക് വേണ്ട സാധനമാക്കി മാറ്റിത്തരുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും.
അപ്പോൾ എല്ലാം നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഇന്ദ്രനാണ്. അങ്ങനെ ഇന്ദ്രനെ സേവിക്കുന്നവർക്ക്, ഇന്ദ്രനെ സേവിക്കുക എന്നാണ് എന്തോ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ കർമ്മം ചെയ്യുന്നവർക്ക് എന്ത് പറ്റില്ല? ഒരിക്കലും ദുഃഖവും ഉണ്ടാവില്ല, ആരെയും പരിഹസിക്കുകയില്ല. നമ്മൾ യജ്ഞം ചെയ്യണം, അധ്വാനിക്കണം, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ധനം കിട്ടും, നമുക്ക് സുലഭമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാതെ മടിയന്മാരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്ന ആ ശക്തിവിശേഷത്തെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രനെ സേവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പരിഹാസപാത്രമാവില്ല, നമുക്ക് ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനെ എതിർക്കുന്നവരെയും ഇന്ദ്രനോട് സഹായിക്കരുത് എന്ന് പറയാം. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ചിലവർ പാര വെക്കാനെല്ലാം വരും. അതിനെയാണ് അസുരന്മാർ എന്നെല്ലാം ആ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികൾ. അവരെ ഒന്നും നീ സഹായിക്കരുത് എന്നാണ്. നീ നമ്മളെ വശത്ത് നിന്നുകൊണ്ട് നമ്മളെ യജ്ഞത്തെ പൂർത്തീകരിച്ചു തരണം. ഇനി 83. ഏറെ ധനം പ്രതീക്ഷിക്കുന്ന ചിലർ മനുഷ്യർ യാഗങ്ങളിൽ അങ്ങേക്ക് വേണ്ടി പശുവിൻ പാൽ ചേർത്ത സോമം അർപ്പിക്കുകയാണ്. ഇവിടെ പശുവിൻ പാൽ ചേർത്ത സോമം എന്ന് പറയുന്നത് ആ സോമയാഗത്തിൽ അർപ്പിക്കുന്നതായിട്ട് ചിന്തിക്കാം. അതാണ് എളുപ്പം. അവിടെയാണ് പശുവിൻ പാല്. കാരണം എല്ലാ യജ്ഞത്തിലും നമ്മളിപ്പോൾ ചോറുണ്ടാക്കുമ്പോൾ പശുവിൻ പാലൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പശുപാല് എന്നത് ഇവിടെ അർത്ഥമാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇൻപുട്ട് എന്ന അർത്ഥമേ ഉള്ളൂ. ഒരു ഉദാഹരണം പറയും. ഞാനിപ്പോൾ ഇടക്കിടക്ക് ചോറിൻ്റെ കാര്യം പറയുന്നവർ ഒരു പശുവും പാല് സോമം എന്നെല്ലാം പറയുന്നതായിട്ട് കണ്ടാൽ മതി. യഥാർത്ഥത്തിൽ ഇൻപുട്ട്. അങ്ങേക്കായി പശുവിൻ പാല് ചേർത്ത സോമം അർപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം ലഭിക്കട്ടെ. ഇങ്ങനെ യജ്ഞം ചെയ്യുന്നവർക്ക് സന്തോഷം ലഭിക്കട്ടെ. അങ്ങ് അത് യഥാവിധി കുടിക്കുക. നമ്മൾ കൊടുക്കുന്ന സാധനം അങ്ങ് സ്വീകരിക്കുക. നമ്മൾ കൊടുക്കുന്നത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് തരും. സ്വീകരിച്ചാൽ, കാരണം ഒരു യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്വീകരിക്കുക. അങ്ങനെ ഇപ്പോൾ അരിയും വെള്ളവും ചോറാക്കാൻ വേണ്ടി പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ അരിയും വെള്ളവും ആ സിസ്റ്റം എടുക്കും, അല്ലെങ്കിൽ ഇന്ദ്രൻ എടുക്കും. എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കത് കിട്ടും, ചോറ് കിട്ടും. ഇനി 84. എല്ലായിടവും നിറഞ്ഞിരിക്കുന്നവനാണ് ഇന്ദ്രൻ. അപ്പോൾ ഈ ഇന്ദ്രൻ എവിടെയെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഞാനിവിടെ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രൻ ഇവിടെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അമേരിക്കയിൽ ആരെങ്കിലും ചോറ് വെക്കുന്നുണ്ടെങ്കിൽ അവിടെ അമേരിക്ക, എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇന്ദ്രൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ശക്തിവിശേഷം ഈ ലോകത്തിലുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം. അപ്പോൾ എവിടെയും എന്ത് യജ്ഞവും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇന്ദ്രനുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട്. അവനെല്ലാം അറിയാം. ആ ഇന്ദ്രനെല്ലാം അറിയാം. കാരണം ആ യജ്ഞത്തെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ചോറിനെ അരിയെ ചോറാക്കണ്ടിക്കൽ അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നുണ്ട്? ഒരു ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പദമുള്ള ചോറായി മാറുന്നത്. അത് ആ മാറ്റുന്ന ആൾക്കാതെ അറിഞ്ഞിരിക്കുമല്ലോ. ഇവിടെ മാറ്റുന്ന ഏകോപിപ്പിക്കുന്ന ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇന്ദ്രനെ അറിയാതെ ഒരു കാര്യം ഈ ലോകത്തിൽ ഇല്ല. അങ്ങനെ നമ്മൾ നൽകുന്ന സോമമെല്ലാം നിന്റെ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇന്ദ്രൻ്റെ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും സോമം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത്രയും ഔട്ട്പുട്ട് കിട്ടും. കുറച്ചരി കൊടുത്താൽ കുറച്ച് ചോറ് കിട്ടും, കുറേ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ചോറ് കിട്ടും. അപ്പം നിന്റെ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും വലിയ യജ്ഞങ്ങൾ ചെയ്യുകയാണ്, വലിയ മാസ് പ്രൊഡക്ഷനായിട്ട് നടത്തുകയാണ്. മാസ് പ്രൊഡക്ഷൻ എന്ന അർത്ഥത്തിൽ അതിനെ എടുക്കണം. അപ്പം അങ്ങേക്ക് വേണ്ടിയിട്ട് നമ്മളിത് സമർപ്പിക്കുകയാണ്. ഇനി 85. ഈ സോമം നല്ലവണ്ണം മനോഹരമായി ശേഖരിച്ച് കളകളൊക്കെ മാറ്റി നല്ല കല്ലുകളാൽ ഇടിച്ചു പിഴിഞ്ഞെടുത്ത് രോമാവൃതമായ ദശാപവിത്രത്താൽ പരിശുദ്ധമാക്കി ജലത്തിൽ നിർമ്മിച്ചതാണ്. ഇത് ഏതിലുള്ളതാണ്? സോമയാഗം നടത്തുമ്പോൾ ചെയ്യുന്നതാണ്. കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? നല്ലവണ്ണം സോമം ആ ലത പറിച്ചെടുക്കുന്നു, അതിൻ്റെ അതൊന്ന് പുല്ലുകളെല്ലാം അടിച്ചു മാറ്റുന്നു. കളയൻ്റെ പരം വേണ്ട സോമത്തിൻ്റെ ചെടി, സോമലതയാണെങ്കിൽ സോമലത, ബാക്കി പുല്ലെല്ലാം എടുത്ത് മാറ്റും. എന്നിട്ട് നല്ല കല്ല്, വൃത്തിയുള്ള കല്ലിൽ ഇടിക്കുന്നു, ഇടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നു, രോമാവൃതമായ അരിപ്പിലോട്ട് അരിക്കുന്നു. അപ്പോഴാണ് അത് അയനൈസ് ചെയ്ത് കിട്ടുന്നത്. എൻ്റെ പരിശുദ്ധമായി ജലത്തിൽ കൂടി മിശ്രിതമാക്കിയിട്ടാണ് നിർമ്മിച്ചത്. ഇത് സോമയാഗത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ചുരുക്കി പറഞ്ഞതാണ്.
ഇനി 86 നല്ല കല്ലിനാൽ ഇടിച്ചു പിഴിഞ്ഞ സോമം. മിക്സിയിൽ ശുദ്ധമായത് കിട്ടണമെങ്കിൽ നല്ല കല്ലിൽ തന്നെ പിഴിയണം. ഇപ്പം നമ്മളൊരു മിക്സിയിൽ മുളക് പൊടിച്ച മിക്സിയാണെന്ന് വെച്ചോ, നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ അടിച്ചിട്ട് പിഴിഞ്ഞെടുക്കണം എന്ന് വെച്ചോളൂ, നല്ലോണം കഴുകിയല്ലേ എടുക്കും. അപ്പം നല്ല കല്ലിനാൽ ഇടിച്ചു പിഴിഞ്ഞ ഈ സോമം അല്ലയോ ഇന്ദ്ര, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കുന്നു. ഏതിനു വേണ്ടിയിട്ടാണിത്? ആകാശത്തിലുള്ള ഇന്ദ്രന് വേണ്ടിയിട്ടാണ്. അവിടെ മേഘങ്ങളെ ചേർക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സോമരസം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സഹായത്താൽ പെട്ടെന്ന് അവയെ കൂട്ടിച്ചേർക്കും. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഈ യാഗത്തിൽ വന്നെത്തി അങ്ങ് പാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സോമം പാനം ചെയ്യാൻ അവിടെ വന്നെത്തണം. നമ്മളിതെല്ലാം അയക്കുമ്പോൾ അങ്ങത് പാനം ചെയ്തിട്ട് അതിൻ്റെ സഹായത്താൽ, ആ ശക്തിയാൽ മേഘങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മഴയായിട്ട് പെയ്യിക്കണം.